വന്ന് കല്ലെറി, ഈ കാറിന് കല്ലെറി. എന്താ ചെയ്യാ, ഉള്ള ലൈറ്റിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കി ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു കൺസിഡറേഷൻ പല പയ്യന്മാർ തരുന്നത് കൊണ്ട് അയ്യേ ചുമ്മാ തമാശ. അല്ലാതെ ഇവിടെ കുറെ ആൾക്കാർ വണ്ടി ഓടിക്കാൻ അറിയാന്നും പറഞ്ഞിട്ട് വണ്ടി ഓക്കെ ഇത് റെഡി അല്ലേ? ഹായ് ഗായ്സ്, ഒരു ചെറിയൊരു ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം അതിനുള്ള ഒരുക്കലാണ്. അതുകൊണ്ട് ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുൾ മേക്കപ്പ് ഇട്ടതിന് ശേഷം കഴുത്തിൽ മേക്കപ്പ് ഇടുകയാണ്, മടിയായിട്ടാണ്. അപ്പം ഒരു വ്യത്യാസമുള്ളത് കണ്ടപ്പം ഞാൻ ഇടുന്നതാണ്. ഇതൊക്കെ മതി, ചെറിയൊരു ഷൂട്ടാണ്. എന്തൊക്കെ കോമാളിത്തരാണ് ഇവിടുന്ന് കാണിക്കുന്നത്. ഒരു ജന്തുണ്ട് ഷൂട്ട് ചെയ്യാൻ വന്നിക്കണത്. വലിയ ഉള്ള പൊടി മൊത്തം കൊണ്ട് വന്ന് ഇത്രയും വൃത്തിയുള്ള ഒരു സ്ഥലത്തേക്ക് ഇനി പൊമ്പാത്തി തിരിയണ്ടെന്ന് അങ്ങോട്ടേക്കൊന്നും എത്തുന്നില്ല. ഓക്കെ ഗായ്സ്, ഇന്ന് നമുക്ക് ഒരു ചെറിയൊരു ഷൂട്ട് ഉണ്ട്. പെട്ടെന്ന് പ്ലാൻ ചെയ്താണ്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ച് അടുത്ത ഷൂട്ട് ആക്കും കുറച്ച് ബ്രാൻഡ് ഓക്കെ ഞങ്ങൾ വിചാരിച്ചു എന്താ പറയാ കുറച്ച് നല്ല അടിപൊളിയായിട്ട് ഇറക്കാന്ന്. പക്ഷേ ക്യാമറമാൻ വലിയ സെലിബ്രിറ്റി ക്യാമറമാൻ ആയതുകൊണ്ട് സമയമില്ല നാളെ വന്ന് ഷൂട്ട് ചെയ്യാൻ. സോ ഞങ്ങൾ ഇപ്പൊ തന്നെ ഉള്ള വേഷം എടുത്തിട്ട് ഇടാം. ചെറിയ തട്ടിക്കൂട്ട് പരിപാടിയാണ്, എന്നാലും ഞങ്ങള് സെറ്റ് ആക്കിയുള്ള പാവാടയും ബ്ലൗസൊക്കെ വെച്ച് എന്തൊരു ചിന്ത പറയാ. ഒരു തരത്തിലുള്ള പ്രോത്സാഹനം ഇല്ല. വെറുതെ ആണ് കൊണ്ടുപോവാ ചെയ്യാം. ഓക്കെ, ദിസ് ഈസ് മൈ ഫൈനൽ ലുക്ക്. കാണിച്ചു തരാം. ഓക്കെ, പോവാം. ഞങ്ങള് ഇറങ്ങുകയാണ്. ഇവിടെ ചെറിയൊരു നൂലുണ്ട് അല്ലേ, കട്ട് ചെയ്ത് കളയാൻ. ഇതൊട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്ത വീഡിയോ ആണ്. എനിക്കങ്ങനെ കണ്ടന്റുകൾ ഉണ്ടാവാറില്ല ലെങ്ത് വീഡിയോ എടുക്കാൻ വേണ്ടി. എന്തെങ്കിലും പ്രൊഡക്റ്റിന്റെ വീഡിയോ വന്നിട്ട് എക്സ്പീരിയൻസ് പറയാന്നല്ലാതെ വേറെ രീതിയിലുള്ള കണ്ടന്റ് ഉണ്ടാവുന്നത് ഷഡ്യം തന്നെ പിറകുന്നത്. ഓക്കെ, അപ്പൊ ഞാനതൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് പോകാം. പോയിട്ട് വരാം. നാട്ടുകാരൊക്കെ ഇങ്ങനെ നോക്കാം. ഉള്ള ഡ്രസ്സൊക്കെ വെച്ചു. അമ്മേ കേട്ടൊരു കാർ അതാ പോണു. എന്റെ ജീവിതത്തെ ഞാൻ കണ്ടിട്ടില്ല. ഡോറുണ്ട് തുറന്ന് അങ്ങോട്ട് ഇത് പിടിച്ചേ. നമ്മൾ അന്ന് പോയ മറ്റേ മാരിമുത്ത് കോവിലിന്റെ ഭാഗത്ത് ഗ്യാസ് സിലിണ്ടറിന്റെ ഒരു കാറുണ്ട് കേട്ടോ ഗൈസ്. ഒരു കാറാണോ? അല്ല, എന്തോ വേറെന്തോ പേടകം പോലെയാണ്. വയ്യ വയ്യ, എന്താവുന്ന യാതൊരു ഐഡിയയും ഇല്ല. ഈ വഴിയൊക്കെ തിരഞ്ഞ് ഇനി അവിടെ എത്തുമ്പോഴത്തേക്ക് ഒരു ഫോട്ടോയെങ്കിലും മര്യാദയ്ക്ക് എടുക്കാൻ പറ്റിക്കോണേ എന്നായിരുന്നു അന്നത്തെ ഒരു പ്രാർത്ഥന കേട്ടോ. പക്ഷെ എന്തായാലും ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഞങ്ങളെ യൂണിവേഴ്സിറ്റി ചതിക്കാറില്ല, ആ ഒരു പ്രതീക്ഷയുണ്ട്. എന്തായാലും എനിക്ക് മുടിയൊന്നും എനിക്ക് മര്യാദയ്ക്കൊന്നും സെറ്റ് ചെയ്തിടാനൊന്നും പറ്റിയില്ല. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആ ബ്ലൗസിൻ്റെ അവിടെയൊക്കെ ചെറിയ ഫൗണ്ടേഷൻ ഇതൊക്കെ ഉണ്ട്. പോണ വഴിക്ക് വേണം ഇനി അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ, മുടിയൊക്കെ ഒന്ന് മര്യാദയ്ക്ക് കോംബ് ചെയ്യാനുണ്ട്. മുന്നേ 2-3 ദിവസം മുന്നേ നമ്മൾ ഷൂട്ട് ചെയ്താലോ എന്നുണ്ട്. അപ്പം നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നേരത്തെ തന്നെ ഞാൻ സാരിയും ബ്ലൗസും ഒക്കെ
വാങ്ങി അടുപ്പിച്ച് സെറ്റാക്കി ഞാൻ വെക്കാറുണ്ട്. പക്ഷേ ഇതിപ്പോൾ ഞാൻ 10-11 തീയതി ആകുമ്പോഴത്തേന് നാട്ടിൽ പോവും. അപ്പം അത് കഴിഞ്ഞിട്ട് ചെയ്താലോ എന്നുള്ളൊരു പ്ലാനിങ്ങിലായിരുന്നു. അതുകൊണ്ട് അതങ്ങനെ സ്റ്റോപ്പായി അങ്ങനെ ഒരു ഇതായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഓക്കെ എന്നാ എന്തെങ്കിലും അവിടെ ചെയ്യുന്ന എന്ന് വന്നു. ഉള്ള പാവാടിയും ബ്ലൗസൊക്കെ എടുത്തിട്ട് ഒരു ചെറിയൊരു നാടൻ കന്നിപ്പെണ്ണേ ആ ഒരു പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കുറച്ച് 2-3 പാട്ടൊക്കെ കണ്ടു വെച്ചിട്ടുണ്ട്. കയ്യെ കൊയ്യ ഇങ്ങനെ പിടിക്കുക, കൈ കൊഴിയ അങ്ങനെ പിടിച്ചിട്ട്. അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാന്നായിരുന്നു വിചാരിച്ചത്. ആക്ച്വലി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തെങ്കിലും ഷൂട്ടൊക്കെ നമ്മൾ ഒരു മാസം എന്തെങ്കിലും ഒരു ഷൂട്ട് ചെയ്യാം എന്നുള്ളൊരു പ്ലാനിങ് ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ നേരത്തെ ബ്ലൗസൊക്കെ സെറ്റാക്കി വെക്കുന്നോണ്ട് എന്റെ കൂടെ ഇരിക്കുന്നത് പ്രഗത്ഭനായ ക്യാമറമാൻ ആണ്. സോ ഞാൻ അതിൽ വിശ്വസിക്കുന്നു. ഏത് ഇരുട്ടിനെയും വെളിച്ചമാക്കി തീർക്കാൻ പറ്റുന്ന ഒരു കഴിവുള്ളൊരു ക്യാമറമാൻ ആണ്. കണ്ടോ എല്ലാ സാധനവും ഉണ്ട്. അങ്ങനെ വെഞ്ചാമരം, നിലവിളക്ക്, പന, എല്ലാ സാധനവും, ആന, ഒരു കണ്ടാമൃഗം എല്ലാം ഉണ്ട്. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു അവസ്ഥ. ഞാൻ നിന്റെ അടുത്ത് നേരത്തെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഒന്ന് രാവിലെ തന്നെ ഒരു ഷൂട്ട് ഡേ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നല്ലൊരു വീഡിയോ എടുക്കാനുള്ള കണ്ടന്റ് ആയിരുന്നു. എങ്ങനെ ഇടയ്ക്ക് കയറി വന്ന് നശിപ്പിക്കുന്നത് സ്ഥിരം പണി ആയതുകൊണ്ട് നിർത്തുവോ അല്ലല്ലോ. പിന്നെ ആഭ്യന്തര ഷൂട്ടല്ലേ, ആ പാടത്തെങ്ങനെ പോയി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് ആഭ്യന്തര ഷൂട്ട്. കൈ കുഴയണ ഈശ്വരന്മാരെ. ഇല്ല കേട്ടോ ഗൈസ്, ഇപ്പൊ ഏകദേശം 5 മണി ആവാനായതേ ഉള്ളൂ. അതുകൊണ്ട് ഇങ്ങനൊരു സാധനമാണ് ഇത്. തന്ത വൈബാണ്, ഒന്നും പറയാതിരിക്കാൻ വയ്യ. തന്ത വൈബാണ്. അതുകൊണ്ട് തന്നെ ഗൈസ് അറിയാലോ, 5 മണി എന്നുള്ളത് 8 മണി എന്ന് പറയും. അങ്ങനെ ഒരു തന്ത വൈബാണ്. കണ്ടോ, ആൾക്കാരൊക്കെ കാണുന്നുണ്ട്. കണ്ടോ, എല്ലാം കാണുന്നുണ്ട്. ഇത് ഈ തന്ത വൈബുകളുടെ ഒരു മുഖ്യ ഒരു വർത്തമാനാണ്. 5 മണിക്ക് നമ്മൾ ഒരുങ്ങി വന്ന അറിയാം, 7 മണിക്കോ ഉറങ്ങി വന്നതോ, എന്തിനോ ഒടുങ്ങി വന്നിട്ട് ഷൂട്ട് എടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയ ജാടക്കിടും. അതെനിക്കറിയാൻ പാടില്ല. അന്ന് നമ്മളടുത്ത് പറഞ്ഞില്ലേ ഇങ്ങോട്ടേക്ക് ലെഫ്റ്റ് തിരിഞ്ഞിട്ട് അതെവിടെ നിന്ന് ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ നമുക്ക് അന്ന് പോയ അതേമാതിരി തന്നെ ആ ഓട്ടോറിക്ഷ സ്റ്റാൻഡ് ലക്ഷ്യമാക്കി പോവാം. എന്നിട്ട് അവരോട് ചോദിക്കാം മറ്റേ ഗ്യാസ് സിലിണ്ടറിന്റെ സ്റ്റോർ എവിടെയാണ് എന്നുള്ള കാര്യം. അന്ന് ഞാനും വിഷ്ണുപ്രിയയും വന്ന സമയത്ത് അതും തന്നെ പോയിണ്ടേനി, പക്ഷെ കിട്ടിയില്ല. ഇവിടെ വേറെ ഏതോ പാടത്തെത്തി. ഇവിടെ മൊത്തം ഫുള്ള് പാടായതുകൊണ്ട് ഏതെങ്കിലും ഒരു പാടത്തെത്തുന്നുള്ള കാര്യം ഉറപ്പാ. എന്താ കാർ ഓടിക്കാൻ അറിയില്ലേ? കൈ കൊഴിയണ് പറയാനില്ലേ? എന്ത് പറയാനായിട്ട്, ലൈറ്റ് ഇല്ല, അതാണ് പറയാനുള്ള കാര്യം. ലൈറ്റ് ഇല്ലാണ്ട് എന്ത് ചെയ്യാൻ? ക്യാമറ തിരിക്കും. എത്ര ലൈറ്റ് ഉണ്ടെങ്കിലും ഇനി പറയും ലൈറ്റ് ഇല്ല. സ്ഥിരം ഡയലോഗാണ്. മൈൻഡ് ചെയ്യണ്ട. ശരി, ഒരു ഷൂട്ടിനോടൊരു കമ്മിറ്റ്മെന്റ്സ് വേണ്ടേ? അതില്ല. ഞാനൊക്കെ എന്നോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ എല്ലാം റെഡി ആക്കി വെക്കും. പിന്നെ എനിക്ക് 2 മനസ്സായിരുന്നു, എടുക്കണോ വേണ്ടേ. എനിക്ക് എൻ്റെ സാരിയും ബ്ലൗസിൽ തന്നെ ഷൂട്ട് ചെയ്താലേ അതൊരു ഷൂട്ടാവുള്ളൂ. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അപ്പം ഞാൻ ബ്ലൗസൊക്കെ അടുപ്പിച്ച് വെച്ച് സാരിയൊക്കെ ഡ്രേപ്പ് ചെയ്ത് വെച്ച് അങ്ങനെ സെറ്റാക്കിയാൽ മാത്രമേ ഞാൻ ഷൂട്ടിന് ഇറങ്ങാറുള്ളൂ. ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഉള്ള സെറ്റപ്പിൽ പോയി വീഡിയോ എടുക്കുക എന്നുള്ളത്. കുഴപ്പമില്ല, ഷൂട്ട് നേരാക്കന്നെ. ഇങ്ങനെയല്ലേട്ടോ പോവാ, അങ്ങനെയല്ലേ നമ്മൾ അന്ന് അപ്പുറത്ത് കൂടെ പോയത്. എല്ലാം അറിയാം, പിന്നെ എന്താ അറിയാത്തത്? അയ്യോ, ഇവിടെ വേറൊരു ഗോഡൌണും കൂടെ ഉണ്ട്. അങ്ങനെ നടിക്കല്ലേ. അന്ന് ഞങ്ങൾ പോയിട്ട് വേറെ ഏതോ ഗോഡൌണിലേക്ക് എത്തി. പറയണത് കേട്ടോ, ഈ വഴിക്ക് പോയ ആ ഗോഡൌണിൽ എത്തുക. ആ അതെ, ഈ വഴി എന്നെ പോയത്. പറയണത് കേട്ടോ. അതിന്റെ പേരൊന്നും എനിക്കറിയില്ല. ആ ഓട്ടോറിക്ഷക്കാരോട് ചോദിച്ചാൽ മതി. മാരിമുത്ത് കോവിൽ. ഓ മൈ ഗോഡ്, ഗോഡേ.
എത്താണ് എന്നോട് ചോദിക്കുന്നത്? നല്ലൊരു പയ്യൻ നടന്നു വരുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ, നല്ലൊരു ഐശ്വര്യമുള്ള പയ്യൻ, നല്ല ഐശ്വര്യമുള്ള പയ്യന്മാർ ഒരുപാട് ഉണ്ടാവും. പക്ഷെ നല്ല ഐശ്വര്യമുള്ള പയ്യന്മാരെ വല്ലപ്പോഴും എനിക്ക് നമുക്ക് കാണാൻ പറ്റുക. എന്നിട്ട് ഒരു സ്ഥലത്ത് എത്തിയിട്ട് തിരിക്കുക, എന്നിട്ട് ആൾക്കാരുടെ അടുത്ത് എന്തെങ്കിലും പറയുക, ബ്ലോക്ക് ഉണ്ടാക്കുക. എന്തൊരു ഗതികേടാ നോക്കണേ. ഫുള്ള് ബ്ലോക്ക് ഉണ്ടാക്കുക, എന്നിട്ട് വണ്ടി ഓടിക്കാൻ അറിയാന്നുള്ള വർത്താനം. എവിടോ കിടക്കണ ആംബുലൻസ് ഉണ്ട്, അത് ഇതിപ്പോ എന്തിനാ നിർത്തിയാറോ? ഇവിടെ ബ്ലോക്ക് ഉണ്ടാക്കുക. ബസ്സിന്റെ മുന്നിലേക്ക് എടുത്ത് ചാടുണ്ട്, എന്നിട്ട് വണ്ടി ഓടിക്കാന്നുള്ള ഒരു അറിയാന്നുള്ളൊരു ഡയലോഗും. വണ്ടി അവിടെ അന്ന് പോയ ആ ഓട്ടോ സ്റ്റാൻഡുകാരോട് ചോദിക്ക, അപ്പൊ ഓര് പറഞ്ഞുതരും. എന്താ ചെയ്യാ, ഉള്ള ലൈറ്റിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കിയിട്ട് ഗൈസ്, ഉള്ള ലൈറ്റിൽ ഇങ്ങനെ ബ്ലോക്ക് ഉണ്ടാക്കി ഇങ്ങനെ നടുറോട്ടുമ്പോ വണ്ടിയും പാർക്ക് ചെയ്ത് ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ബ്ലോക്ക് അവനാണ് തുടക്കം ഉണ്ടാക്കിയത്, അവനാണ് തുടക്കം വെച്ചത്. ഫുള്ള് ബ്ലോക്ക് ഉണ്ടാക്കി. എന്താ ചെയ്യീശ്വര ഗൈസ്. വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരെ അറിയാൻ പോവാണ്. കാരണം ഇതൊന്നും ശരിയാവില്ല. ലോറിയാണ് വേണ്ടത് ഞങ്ങൾക്ക്. ലോറി ഓടിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നന്നായിരിക്കും അല്ലേ? കറക്റ്റ് ജംഗ്ഷനിൽ എന്നെ കൊണ്ടുപോയി നിർത്തിയേ. എന്നിട്ട് അപ്പുറത്തുള്ള ആൾക്കാർ നോക്കുക, ബ്ലോക്ക് ഉണ്ടാക്കി. ഗൈസ്, നിങ്ങള് ആരെങ്കിലും ചെയ്യുന്നവരാണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. നമുക്ക് വണ്ടിയൊക്കെ ഓടിക്കണ നേരത്ത് വേറെ വണ്ടിയിലുള്ള ആള് നമ്മളടുത്ത് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നത് അത് സ്വാഭാവികമാണ്. നമ്മൾ അതിനനുസരിച്ച് മറ്റേ താളത്തിലൊത്ത് തുള്ളാൻ പാടില്ല. നമ്മളത് റോഡാണ്, പലരും പലതും എന്തും ചെയ്യും. നമ്മൾ അങ്ങോട്ട് പോവാ. അതിനൊക്കെ ഇങ്ങനെ പകരം വീട്ടാനൊക്കെ റോട്ടുമ്പോൾ തന്നെ വണ്ടി നിർത്തി പാർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനേ നേരം ഉണ്ടാവുള്ളൂ. ഈ വഴി തന്നെയായിരുന്നു അന്ന്. ഉള്ള ലൈറ്റ് ഇപ്പൊ നിർത്തി ഈ നടു റോട്ട് വന്ന് ഷൂട്ട് ചെയ്താൽ മതി. പോവാണ് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഒരു ഭാഗ്യത്തിന് ഒരു ഓട്ടോ ചേട്ടൻ മാത്രം അവിടെ ഉണ്ട്. അപ്പം ഇനിയിപ്പോൾ അവരോട് ചോദിക്കാം നമുക്ക് എന്താന്ന്. അതിന്റെ അടുത്ത് തന്നെ ഒരു ഗ്യാസ് വാങ്ങുന്നൊരു സ്റ്റോർ ഉണ്ട്. ഗ്യാസ് ഗോഡൌണ്. അമ്പലത്തിന്റെ പേരെന്താണ്? ആ റോഡ് നേരെ പോയിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഗോഡൌണിന്റെ അവിടെ ചെല്ലാം. അതിലെ അമ്പലത്തിലേക്ക് പോകാനാണെങ്കിൽ ഈ അടുത്ത ജംഗ്ഷനിൽ ഒരു കനാലുണ്ട് പോലെ. ആ കനാലിന്റെ അപ്പുറത്തെ റൈറ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഒന്ന് അമ്പലത്തിലേക്ക് പോകാം. അത് അങ്ങോട്ട് ഗ്യാസ് ഗോഡൌണിന്റെ ആ റോഡിലോട്ട് പാടം വരെ ഉള്ളു, ആ മരത്തിന്റെ അടുത്ത് വരെ ഉള്ളു ആ റോഡ്. പാവൻ ചേട്ടനല്ലേ, നമ്മൾ ചോദിച്ചപ്പം ഉള്ളിലുള്ള സത്യസന്ധത മൊത്തം പുറത്ത് ഇട്ടിട്ട് നാട്ടിലുള്ള സകലമാന വഴികളും പറഞ്ഞു. പാവൻ ചേട്ടൻ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഓട്ടോറിക്ഷക്കാർ ഒരിക്കലും നമ്മളെ ചതിക്കത്തില്ല. നമ്മളൊരു കാര്യം അവിടെ പോയി ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോ ചേട്ടന്മാര് കറക്റ്റ് പറഞ്ഞുതരും. ഇതൊരു ശല്യാണ് പഠിച്ചോനെ. ആ ഓട്ടോറിക്ഷക്കാര് അത് കറക്റ്റ്, അവരത് കറക്റ്റ്. നല്ല കുറച്ച് ഓട്ടോറിക്ഷ ചേട്ടന്മാരുണ്ട്, അവരത് കറക്റ്റ് ചെയ്യും. അല്ലാതെ ഇവിടെ കുറെ ആൾക്കാർ വണ്ടി ഓടിക്കാൻ അറിയാമെന്നും പറഞ്ഞിട്ട് പക വീട്ടാൻ വേണ്ടി റോട്ടുമേലേക്കാണ്ട് ചാടി കയറും. എന്നിട്ട് ഒരു ജംഗ്ഷനിൽ നിർത്തിയിട്ട് ബ്ലോക്ക് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് കുത്തിരിക്കും. എന്നിട്ട് വഴി പോണ ആൾക്കാരൊക്കെ 4 തെറിയൊക്കെ പിടിച്ച്
അങ്ങനൊക്കെ നിനക്കല്ലത് കേൾക്കണത്. അവരെയൊക്കെ വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ പിന്നെ തെറി വിളിക്കില്ലേ? ഇനിയിപ്പോ പാവം ഞാൻ ഇവിടെ ഇരിക്കുന്നോണ്ട് ഓക്കെ ഒരു പെൺകുട്ടി അവിടെ ഇരിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു കൺസിഡറേഷൻ പല പയ്യന്മാര് തരുന്നത് കൊണ്ട് ഇവരൊക്കെ ജീവിച്ചു പോകുന്നു. അവിടെ ഇരിക്കണോണ്ടാണ് ഈ ബ്ലോക്ക് മൊത്തം ഉണ്ടായത്. അതിന് വേറൊരു അർത്ഥമുണ്ടല്ലോ, അതിന് വേറൊരു അർത്ഥം ഉണ്ടല്ലോ. എല്ലാവർക്കും വണ്ടി എടുത്ത് പോയാൽ മതി. എങ്ങനെ എല്ലാം കൂടി പോയാൽ നോക്കിയില്ലേ? ഇവിടെ തിരിച്ചു നോക്കാനും അയ്യേ ഞാൻ നോക്കാനോട് ചുമ്മാ തമാശ പറയണോ. കണ്ടവരെല്ലാരും പോയാൽ നോക്കി. എങ്ങനെയാണ് ആക്ച്വലി ഞാൻ അങ്ങനൊന്നും ചെയ്യാറില്ല. ഇങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിനെ കണ്ടു കഴിഞ്ഞാൽ പുതിയ പെൺകുട്ടി കിട്ടി, പുതിയ പെൺകുട്ടി കിട്ടി ഓടി വരിക. ഞാൻ എപ്പോഴും അവിടെ സിംഗിൾ ലൈഫായിട്ട് ഏകാന്തതയുടെ ഞാൻ അങ്ങനെ ജീവിച്ചു. എന്തോ റോഡ് എന്നൊക്കെ പോലീസ് സ്റ്റേഷന് പവർ സ്റ്റേഷൻ ഈശ്വരന്മാരെ കണ്ടായിരുന്നോ? ഒരു പോലീസുകാരെ നല്ല രസമാകും. ഒരു പോലീസ് കെട്ടുകയാണെങ്കിൽ മറ്റേ ആ തുടരും സിനിമയില എന്താ ജോസാറല്ലേ അങ്ങനത്തെ വില്ലന്മാരെ കെട്ടണം. ഹലോ അങ്ങനത്തെ വില്ലന്മാരെ കെട്ടണം. എനിക്കല്ലെങ്കിലും കുറച്ച് വില്ലന്മാരോട് കുറച്ചൊരു ഇഷ്ടം കൂടുതലാണ്. എല്ലാവരും വില്ലന്മാർ. അതെ താല്പര്യം വല്ലാത്തൊരു താല്പര്യം. എന്നിട്ട് ഇരുന്ന് മൂങ്ങണം എല്ലാ ദിവസവും. അയ്യോ കച്ചറ അങ്ങനെ. ബ്ലോക്കാക്കി കണ്ടോ? ബ്ലോക്ക് ആക്കിയില്ല. കാറുണ്ട്. പാവം അയാൾക്ക് എവിടെയും പോവാനുണ്ടെങ്കിൽ ആണുണ്ട്. വേഗം ആയിക്കോട്ടെ. പേടകം എപ്പോഴും അവിടെ എത്തുക? സമയം കാണിക്കുവോ? ഞാൻ പോവാ നിർത്തിയ ഞാൻ ഓട്ടോറിക്ഷ പിടിച്ച് തിരിച്ചു പോയിക്കോളാം. 1 മണിക്കൂറോ? എന്റെ ദൈവമേ സീരിയസ് ആയി റംബൂട്ടാൻ. നിലവാരമില്ല. നിലവാരം സാധനം തൊട്ട് തീണ്ടിയിട്ടില്ല. എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് ആ ഡയലോഗ് ഇങ്ങോട്ട് പറഞ്ഞാൽ മതി. ഞാൻ അങ്ങനെ ഒന്നും കണ്ടര മരത്തിന്റെ മുകളിൽ കയറി ഇതാക്കി കുറച്ച് നാട്ടിൽ നിന്ന് ആരെങ്കിലും ഇത് കാണുമ്പോ നീ ഞങ്ങളുടെ മതിലിന്റെ ഇട വന്നിട്ട് വണ്ടി ഇട്ടാലും കഴുകി തന്നോളൂ. മഴയത്തോട്ട് അങ്ങോട്ട് ഇട്ടാൽ മതി. അല്ലെങ്കിൽ നേരെ മറ്റേ ആ കുളത്തിലേക്ക് ചാടിച്ചോ, എന്നിട്ട് എന്തെങ്കിലും പിടിച്ച് വലിച്ച് കയറ്റിപ്പിക്കാം. ആ കാണുന്നതാണ് മാരിയമ്മൻ എന്താ പറയാ, എന്താ കോവില്, മാരിമുത്ത് കോവിലോ എന്താ ഇതിന് പറയാൻ എനിക്കറിയില്ല. മാരിയമ്മൻ കോവിൽ. അത് ഇതാണ് നമ്മുടെ ആമ്പൽപ്പാടം. അതാ അവിടെ ആമ്പൽപ്പാടം. സ്ഥലം എത്തി. പക്ഷെ അന്ന് വന്നപ്പോ ഭയങ്കര ഭംഗി തോന്നിയല്ലേ. ഇന്ന് വന്നപ്പോ ഇത് സാധാ ഒരു പാടം. പാട്ടുകളൊക്കെ ഇത് അമ്പലം അല്ലെങ്കിൽ ഗ്രൗണ്ടിനകത്തേക്ക് വാഹനങ്ങൾ കയറ്റി നിരോധിച്ചിരിക്കുന്നു. ദയവായി അവർ ഉദ്ദേശിച്ചത് എന്താ? ഗ്രൗണ്ടിനകത്ത് വാഹനങ്ങൾ കയറ്റുന്നതിന് നിരോധിച്ചിരിക്കുന്നു. ദയവായി സഹകരിക്കുക. എന്നിട്ട് ഗ്രൗണ്ടിന്റെ ആക്ച്വലി ഇതിന്റെ അകത്തേക്ക് കയറ്റരുത് എന്നാ പറഞ്ഞത്. എന്നിട്ട് ഇതിന്റെ സൈഡ് കൊണ്ടേ നിർത്തി. നിങ്ങൾ ആരെന്നുണ്ടെങ്കിലും ഈ വന്ന് കല്ലെറി, ഈ കാറിന് കല്ലെറി. കാറൊന്നും ഞാൻ പറയാറില്ല, പേടകം എന്നൊക്കെയാണ് പറയാറ്. പ്രത്യേകിച്ച് റിജോയില് പറയാൻ പാടില്ല ഞാൻ ഈ വീഡിയോ അപ്പ് ചെയ്യോ ഇല്ലേ എന്നുള്ള കാര്യം. കാരണം ഞങ്ങൾ കുറേ മറ്റേ കൂതറയായി സംസാരിക്കുന്ന കുറെ സംസാരങ്ങൾ ഇതിന്റെ അകത്തുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് അതുകൊണ്ട് ഈ വീഡിയോ ഒരു വീഡിയോ ആക്കി വരുമോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. എന്നാലും എടുത്തു വെക്കുകയാണ്. ഇൻ കേസ് എനിക്ക് എപ്പോഴെങ്കിലും ആ കുഴപ്പമില്ല, ആൾക്കാർ എന്ത് വേണമെങ്കിലും വിചാരിക്കട്ടെ. നമ്മളെല്ലാ കംഫർട്ട് സോണിൽ ഇങ്ങനെ കൂതറായിട്ട് സംസാരിക്കുന്നത് സ്വാഭാവികമല്ലേ. അപ്പം അങ്ങനെ തോന്നുകയാണെങ്കിൽ വീഡിയോ ഇടാലോ എന്ന് വിചാരിച്ചു. എന്തായാലും ദിസ് ഈസ് മൈ കംഫർട്ട് സോൺ. അത്ര എനിക്ക് കിട്ടിയില്ല. കേട്ടപ്പോൾ പോകും.
ഷൂട്ട് തുടങ്ങി. നല്ല അന്ന് വന്നപ്പോൾ ഇവിടെ ഭയങ്കര കൊള്ളായിരുന്നേ. ഇപ്പം കൊള്ളൂലെന്നല്ല, ആക്ച്വലി നമ്മൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നാണ്. പക്ഷെ അവിടെ ഫുട്ബോൾ കളി കണ്ടു. പോയി കളിച്ചാലോ ഫുട്ബോൾ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഫോട്ടോസ് വേണമെന്നുണ്ടെങ്കിൽ റിജോനെ കോണ്ടാക്ട് ചെയ്യുക. നല്ല വൃത്തികെട്ട ഫോട്ടോ എടുത്ത് തരും. അതാണ് ഷൂട്ട് കഴിഞ്ഞു. ഷൂട്ട് കഴിഞ്ഞതല്ല, വേഗം തീർത്തതാണ്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളിച്ചം മങ്ങി തുടങ്ങി കണ്ടോ. പിന്നെ പരിപാടി നിർത്തി. വന്നിറങ്ങിയപ്പോൾ തന്നെ ഒറ്റമേനെയാണ് കണ്ടത്. അപ്പം തന്നെ എനിക്ക് ഉറപ്പേനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുന്ന കാര്യം. എന്നിട്ട് ഞാൻ അത്രയും വൃത്തിയിലും വെടുപ്പിലും വന്നപ്പോൾ ഉള്ള എരുമച്ചാണകത്തിലും പശുച്ചാണകത്തിലൊക്കെ എന്നെ ചാടിച്ചിട്ട് പറയാ കാറിൽ കയറണ്ടാന്ന്. ചാണകത്തിൽ കിടന്ന് മെഴുകണം, അതുകൊണ്ട് മാത്രം എടുത്താണ്. ചാണകത്തിലൊക്കെ ചവിട്ടി വന്നിരിക്കണത് നോക്ക്, നിറച്ച് ചാണകം കൊടുക്കാനല്ലൊക്കെ. ഇല്ല കേട്ടോ, ഇല്ല. അതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടത്തിച്ച് എനിക്കിഷ്ടല്ല അത്. ഇങ്ങനെ വൃത്തിയില്ലാത്തത് ജന്തുവിന്റെ കൂടെ പോയാലെ പഠിച്ചോനെ. ഒരു പേട കണ്ട് ഇത് കാറാന്നൊക്കെ എഴുതി ഒട്ടിക്കേണ്ടി വരും. ഇന്ന ആൾക്കാർക്ക് മനസ്സിലാവിക്കും. ഓടുമെന്ന് ചോദിച്ചാ ഓടും. കാണുന്നുണ്ടോ ഈശ്വര? ഇത്തിരി പേടകത്തിന് ലേശം വെളിച്ചമുണ്ട്. ഇതിലെടുക്കത്ത് കാറാണ്. ഷൂട്ട് ചെയ്യുമ്പോ എന്റെ അടുത്ത് പറയാണേ, കുറച്ച് റൊമാൻറ്റിക് ആയിട്ട് ഒന്ന് ഈ സൈഡിലോട്ട് നോക്കുവന്ന്. ആ സൈഡിലേക്ക് തിരിയുമ്പോ ആരാ ഇതിന്റെ മോന്തല്ലേ കാണുന്നത്? എങ്ങനെയാ റൊമാൻസ് ഒക്കെ വരിക? പിന്നെ ഞാൻ അഭിനയം പഠിച്ചിപ്പോ സിനിമയിൽ അഭിനയിക്കാൻ പോവല്ലേ. പിന്നെ വേണ്ട, എന്തിന് മര്യാദക്ക് സന്തോഷമായിട്ട് ജീവിച്ച് പോയാൽ മതി. കുടുംബി കുമ്പിടിയൊക്കെ സ്വന്തം ആയാൽ മതി. എന്നെ കൊണ്ട് പിടിപ്പിച്ചാൽ അല്ല. പിന്നെ എനിക്ക് ഇങ്ങനെയൊക്കെ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി. ആ കാര്യം പറഞ്ഞു. എല്ലാവരും ഇൻവൈറ്റ് ചെയ്യണം. എല്ലാവരും നിങ്ങളുടെ റിക്വസ്റ്റ് ഒക്കെ അയക്കാൻ. ഇങ്ങനത്തെ ഒരു പെണ്ണിനെ വേണമെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടും. കാറിനല്ലേ സാധാരണ സീറ്റ് ബെൽറ്റ് ഉണ്ടാവുക, ഇതിനെങ്ങനെ സീറ്റ് ബെൽറ്റ്? എന്നിട്ടില്ലേ റൊമാൻസിൽ നോക്കാൻ. എന്റെ ദേവിയേ, എങ്ങോട്ട് നോക്കാൻ റൊമാൻസില്? ക്യാമറയിലോട്ട്. നമുക്ക് ഇഷ്ടമുള്ള ആള് നമ്മുടെ മുന്നിൽ വരുമ്പല്ലേ നമുക്ക് റൊമാൻസ് വരിക. മഞ്ഞൊന്നും പെയ്യണ്ട, റൊമാൻസ് വരിക. ഇത് ഇഷ്ടമില്ലാത്ത ഒരാളെ മുഖത്തേക്ക് തിരിയാൻ പറ. എങ്ങനെ റൊമാൻസിലൊക്കെ നോക്കാം? നിങ്ങളെന്റെ നാണം കണ്ടില്ലല്ലോ. അതിന് നാണൊന്നുമില്ല കേട്ടോ. എനിക്ക് അങ്ങനെ നാണവും അങ്ങനത്തെ ഒന്നും വരത്തില്ല. നമ്മുടെ ഇഷ്ടപ്പെട്ട വ്യക്തിയുടെ അടുത്ത് എത്തുമ്പോഴല്ലേ അങ്ങനെയൊക്കെ തോന്നുക. ഇതൊരുമാതിരി ക്യാമറ പോട്ടെ, അതിന്റെ പിറകിൽ നിൽക്കുന്ന ആളെ കാണുമ്പോ തന്നെ അതിന് ക്യാമറയുടെ പിറകിൽ അറിയാത്ത ആണെങ്കിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. എങ്ങനെ ഇട്ടൊക്കെ വീഡിയോ എടുക്കണം പഠിച്ചോനെ. കൈ കൊയ്യണക്ക്. അയ്യോ, എപ്പോഴും കൈക്ക് കുഴച്ചതാ. നമ്മൾ വിചാരിച്ച പോലെ അത്രയ്ക്കും വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സമയത്ത് 2-3-4 എടുക്കാൻ പറ്റിയല്ലോ എന്നുള്ള ചിന്തയായിരുന്നു കേട്ടോ അന്നേരം. എന്തായാലും ഓക്കെ, ബായ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും